ഹലോ മൈ ഗൈസ്, നമുക്കൊന്ന് പുറത്ത് പോയല്ലോ. അപ്പോൾ ഗൈസ് നമ്മൾ മദ്രസയിലൊക്കെ പോയി കുഴങ്ങി വന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്കൊന്ന് നടന്നിട്ട് വരാൻ വിചാരിച്ച്. എനിക്കിങ്ങനെ എൻ്റെ കസിൻസ് എല്ലാവരും ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഇങ്ങനെ നടക്കാനൊക്കെ അത്ര അങ്ങോട്ട് താല്പര്യമില്ല. എല്ലാവരും കൂടി അങ്ങോട്ട് പോകുമ്പോഴല്ലേ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ഡ്രസ്സും കിട്ടുക. പ്രത്യേകിച്ച് നമ്മൾ ഗസ്റ്റസൊക്കെ വരുമ്പോൾ, അതായത് ഗസ്റ്റസ് എന്ന് പറയുമ്പോൾ ഗൾഫിൽ നിന്നും അവിടുന്ന് വരുന്ന ആൾക്കാർ വരുമ്പോൾ ഓലും കൂട്ടി പോകാനാണ് ഏറ്റവും താല്പര്യം. കാരണം അവർ ഇവിടെ ഇടയ്ക്കിടയ്ക്കല്ലൊക്കെ വിസിറ്റ് ചെയ്യാറുള്ളൂ. നമുക്കത് പോയി നോക്കാം. നെറ്റൊക്കെയാണ് പോകുന്നത്. ബാക്കിയുള്ള എല്ലാവരും ഉറങ്ങാണ്. നോക്കാം, നമുക്ക് വ്യൂസൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഗൈസ് നല്ല ചെക്കപ്പായൊക്കെ കണ്ട് നമ്മൾ നല്ല പോവാണ് ഗൈസ്. ഐ എം നോട്ട് എ ബിഗ് ഫാൻ ലൈക്ക് ഫോർ ബട്ടർഫ്ലൈ. അതാരും പോകും പറ്റാ നല്ല രസമല്ലേ കാണാൻ. എനിക്ക് ഇഷ്ടമായി പോലെ അത് കണ്ടോ? ഞാൻ കണ്ടില്ല കേട്ടോ. ഹായ് വെള്ള ഇതൊക്കെ ഞാൻ വെറുതെ നിങ്ങളൊന്ന് ശരിപ്പിക്കാൻ വേണ്ടി കാണിച്ച വയസ്സ്. എനിക്ക് ബട്ടർഫ്ലൈനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്ക് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് മയത്ത്. പിന്നെ എനിക്ക് പാട്ടുകളൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പറഞ്ഞാൽ ഒരുപാട് പാട്ടില്ലാതെ എനിക്കൊരു രാത്രി ഉറങ്ങുമ്പോൾ എന്തൊക്കെയോ മാതിരി തോന്നും. അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ കൈകാര്യം. പക്ഷെ ഹോംവർക്ക് ചെയ്യുമ്പം പാട്ടില്ലാതൊക്കെ പറ്റിയല്ല. അത്രക്കും ഇഷ്ടമാണ് എനിക്ക് പാട്ട്. സോങ് ഫാൻ ഗേൾ, അങ്ങനത്തെ ഒരു ഗേൾ ആയതുകൊണ്ട് തന്നെ, സോങ് ഫാൻ ഗേൾ ആയതുകൊണ്ട് തന്നെ എനിക്ക് സോങ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ളത് ബ്ലാക്ക് പിങ്ക്. പിന്നെ നമ്മളെ മലയാളത്തിൽ തന്നെ വരുന്ന കുറച്ച് പാട്ടുകളില്ലേ, ഹനാൻഷാൻ്റെ പാട്ട് പൊളിയാണ്. പിന്നെ BTS 2-3 ഇഷ്ടമാണ്. അത്ര താല്പര്യമൊന്നുമില്ല. പിന്നെ മലയാളത്തിൽ വരുന്ന കുഞ്ഞു പാട്ടാണ്. ഹനാൻഷാൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചിറാപ്പുഞ്ചി മയത്ത് നിലവഞ്ചിത്ത് ആ പാട്ടില്ലേ, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഗൈസ്. ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആണ് ഗൈസ്. അപ്പോൾ ഞങ്ങൾ കുറേ വട്ടം നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. വീഡിയോ എടുക്കാൻ ഫോണൊന്നും കിട്ടിയില്ലെങ്കിൽ ഇത് ചെയ്താൽ മതി. ഒരു മഴ ഒന്ന് ചാറ്റി പെയ്യും. ഇവിടെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചാറ്റാൻ തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാം. എന്ത് ചെയ്യുക, ആ മഴ ചാറ്റിന് ആ സമയത്ത് നിങ്ങൾ വന്നിട്ട് ചിറാപ്പുഞ്ചി എടുക്കാൻ വേണ്ടിയിട്ട് ഫോണൊന്നും കിട്ടിയില്ല. നിങ്ങളെ കയ്യിലുമ്മ തന്നില്ല. അതായത് നിങ്ങൾ സ്കൂളിലാണ്. ഇപ്പോൾ നിങ്ങൾ സ്കൂളിലാണെങ്കിലും നിങ്ങളമ്മ തന്നില്ല. ആ ഒരു സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയാം. ഞാൻ പറഞ്ഞുതരാം. നമ്പർ 1, നിങ്ങളെ കണ്ണ് പൊട്ടിയിട്ട് മനസ്സിൽ ഞാൻ ഇപ്പോൾ ഒരു ഫോണിൽ വീഡിയോ എടുക്കുകയാണ്, എൻ്റെ മൈൻഡ് വീഡിയോ ആണ്, മെമ്മറി ടെസ്റ്റാണ് ഉള്ള രീതിയിലൊക്കെ മനസ്സിൽ വെക്കുക. ശേഷം നിങ്ങളെ മൈൻഡിൽ ഒരു ഫോൺ ഉണ്ടെന്ന് മനസ്സുറപ്പിച്ച് വിശ്വസിക്കുക. അതിനുശേഷം നിങ്ങളെ കണ്ണ് തുറന്നിട്ട് ചിറാപ്പുഞ്ചി മനസ്സിലിങ്ങനെ പാടിക്കൊണ്ടിരിക്കുക. ചെറുതായിട്ട് തൊള്ളയിൽ കൂടിയും വരാം, ചെറിയ സൗണ്ടിൽ. എന്നിട്ട് ഇങ്ങനെ നോക്കുക, ചിറാപ്പുഞ്ചി മയത്ത് നിലവഞ്ചിത്ത് അങ്ങനെ ഒരേ സ്ഥലത്ത് ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോ എടുക്കേണ്ട രീതിയിൽ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പൊളിയാണ് ഗൈസ്. ഐ എക്സ്പീരിയൻസ് ഇറ്റ് സോ മെനി ടൈം, സോ മെനി. എൻ്റെ സ്കൂളൊക്കെ നല്ല വ്യൂ ഉള്ളൊരു സ്ഥലമാണ് എൻ്റെ സ്കൂളെന്ന് പറയുമ്പോൾ. അതിനൊക്കെ എനിക്ക് വീഡിയോ എടുക്കാൻ ഭയങ്കര ഇഷ്ടം. പക്ഷേ മിസ്സുമാർക്കൊന്നും ഫോൺ കൊടുക്കാൻ പാടില്ല എന്നാണ്, ഫോൺ കുട്ടിയൊക്കെ കൊടുക്കാൻ പറ്റില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ വലിയ ഒന്നും കൊടുത്തില്ല. ഞങ്ങളവിടെ ഓഫീസിൽ ഉണ്ടല്ലോ, നിങ്ങളവിടെ ഉണ്ടോ അറിയില്ല, ഓഫീസിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ ഫോണൊക്കെ തരും വിളിക്കാനൊക്കെ ആയിട്ട്. വീഡിയോ എടുത്ത് തരിക എന്നല്ല, ഓല തന്നെ വീഡിയോ എടുത്ത് തരലാണ്. നമ്മൾ വലിയ കാര്യമൊന്നും ആക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയൊക്കെയാണ് ഒരു ലൈഫ് എന്ന് പറയുമ്പം. പിന്നെ കുറേ ആൾക്കാർക്ക് എന്നെ അറിയാം, കുറേ ആൾക്കാർക്ക് എന്നെ അറിയില്ല. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവിടെ ഫസ്റ്റ് കാണുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ലൈക്ക് സബ്സ്ക്രൈബ് അത് എന്നത്തെയും പോലെ വേണം. പിന്നെ നിങ്ങളെല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും ഞാൻ ഇപ്പോൾ ഒരു 2-ൽ 3-ൽ ഒക്കെ കഴിഞ്ഞിട്ട് 4-ലൊക്കെ എത്തിയൊരു കുട്ടിയാണ്. ഞാൻ ഇപ്പോൾ 6-ലെത്തി. ഞാനൊരു 6-ലെത്തി. 6 വർഷത്തില്ല. എല്ലാവരും എന്നോട് ചോദിക്കല്ലേ, ഇത് 4-ലത്തെ കുട്ടിയല്ലേ, എന്താ അവിടെ? ഞാൻ ആദ്യം ഇവിടെ 5-ൽ ആണ് ഹിൽ ടോപ്പ് ചേർന്നത്. ആ സമയത്ത് ഞാൻ ചോദിച്ചു, ഇത് നല്ല സ്കൂളാണോ ചോദിച്ചു. അപ്പം ഉമ്മാരുടെ ഫിജുള്ള സ്കൂളാണ്, അതായത് എൻ്റെ കസിനുള്ള സ്കൂളാണെന്ന് പറഞ്ഞു. എനിക്ക് ഇഷ്ടമല്ലാത്ത ഞാൻ പറഞ്ഞു. എൻ്റെ കസിനുള്ള സ്കൂളാണെന്ന് പറഞ്ഞു. അപ്പം ഓക്കെ.
എനിക്കൊരു ഓക്കെ മൈൻഡായി, അവിടെ പോകണം എന്നുള്ളൊരു മൈൻഡായി. കാരണം ഓളെ കൂടെ ഇതുവരെ ഞാൻ പഠിച്ചിട്ടല്ലല്ല. കാരണം ഷീസ് വെരി കൂൾ, ഷീസ് സോ ബ്യൂട്ടി. ബട്ട് അവൾക്ക് വീഡിയോ എടുക്കാനും വ്ളോഗ് എടുക്കാനും ഭയങ്കര ഇഷ്ടമാണെങ്കിലും ഒരിക്കലും ഇഷ്ടമില്ലാത്തത് എന്താണെന്നറിയോ? യെസ് ഗൈസ്, ഒരാൾ വീഡിയോ എടുത്ത് കൊടുക്കലാണ് ഓൾക്ക് തീരെ ഇഷ്ടമില്ലാത്തത്. ഇന്നിപ്പോൾ കാണണ്ടോ? നമുക്ക് നടന്നിട്ട് സംസാരിക്കാം. കുറേ നേരം നിന്നിട്ടേ കുഴങ്ങ അത് സംസാരിക്കാം. എൻ്റെ ഫേവറേറ്റ് പോസ് ഇതാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇവിടെ കയറ്റത്തിലാണുള്ളത്. ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഫേവറേറ്റ് പോസ് ഇതാണ്. പക്ഷേ എൻ്റെ 2 കൈയും വെച്ചിട്ടുള്ളതാണ് എൻ്റെ മെയിൻ ഫേവറേറ്റ്. അല്ലാതെ ഒരു കളിയില്ല. സ്കൂളിലൊക്കെ ആണെങ്കിൽ അങ്ങനത്തെ പോസൊന്നും പറ്റില്ലല്ലോ. ഞാൻ ജസ്റ്റ് അതൊക്കെ പറ്റുള്ളൂ. മുഖം മറിക്കാൻ പറ്റില്ല, അതിലെന്തോ ആണ്. സോ ഇത് ഞാൻ നടക്കാൻ ഇറങ്ങിയതാണെങ്കിലും എൻ്റെ മനസ്സിൽ വേറൊരു കാര്യത്തിനാണ് ഇറങ്ങിയത്. നിങ്ങളോട് ഇതിനെ പറ്റിയുള്ള വിവരങ്ങളും കാര്യങ്ങളും പറയാം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്കറിയാം ഇതെന്താ അറിയോ? എനിക്കറിയില്ല ഗൈസ്, അതുകൊണ്ടാണ് ചോദിച്ചത്. ഇങ്ങനെ പൊട്ടിക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം വരുന്നുണ്ട്. ബ്ലൂബെറിയാന്നൊക്കെ തോന്നുന്നു, പക്ഷെ ബ്ലൂബെറി അല്ല എന്ന് മനസ്സിലായി. ഒരു കാട്ടിൽ നിന്നുണ്ടാകുന്ന ചെടിയാണ്. ഇത് തിന്നാൻ പറ്റുമെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. തിന്നാൻ പറ്റുകയാണെങ്കിൽ എന്നും വന്ന് തിന്നാം. നല്ല ഇതൊക്കെ ആയിട്ടുള്ള ഉള്ളിൽ ഈ ഒരു കളറായിട്ടുള്ള ഒരു ബ്ലൂബെറി പോലത്തെ തോന്നിക്കുന്ന ഒരു ബ്ലൂബെറി ആണെന്നല്ല തോന്നുന്നു. ഇത് ടേസ്റ്റ് നിൽക്കാറില്ല. നിങ്ങൾക്ക് ആർക്കും തിന്നാൻ പറ്റുകയെന്ന് പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം തിന്നാൻ പറ്റുമെന്നുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ എൻ്റെ അവസ്ഥ ഒക്കെ. നിങ്ങൾക്ക് മെയിനായിട്ട് ഇഷ്ടമുള്ള ഒരു സബ്ജക്റ്റ് ഇംഗ്ലീഷാണ്. ഞാൻ ഇംഗ്ലീഷ് പലപ്പോഴും സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് നിങ്ങളെ മുന്നിൽ. പിന്നെ മലയാളമല്ലേ മെയിൻ. എനിക്ക് ഇംഗ്ലീഷ് എഴുതാൻ അറിയില്ല, പക്ഷെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇംഗ്ലീഷിൽ കുഴപ്പമില്ലാത്ത മാർക്സ് ഉണ്ട്. ഇംഗ്ലീഷ് ഐ ലവ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് നടക്കാൻ പറ്റും. എവറിത്തിങ് ഇസ് ഡൺ ബൈ മീ. അത് അത്യാവശ്യം ഇപ്പോൾ പറഞ്ഞത് കള്ളൊന്നുമല്ല. ഞാൻ ഒരാളെ ചിന്തിച്ചതുകൊണ്ടാണ് ഇംഗ്ലീഷ് ഇത്രയ്ക്കും പഠിക്കാൻ പറ്റിയത്. ഹിൽ ടോപ്പ് ഒരു ഗവൺമെൻറ് ആണോ ചോദിച്ചാലും പ്രൈവറ്റ് ആണോ ചോദിച്ചാലും എനിക്ക് പറയാൻ കഴിയില്ല. കാരണം എനിക്ക് അറിയില്ല. ഗവൺമെൻറ്റിൻ്റെ ബുക്സാണ് ഉള്ളത്, എനിക്കറിയാം. വേറെ ഒന്നും എനിക്കറിയില്ല. ഫീസുണ്ട്, എന്താണ് സാധനം എനിക്കറിയാം. CBSE അല്ല, ഓക്കെ എനിക്ക് CBSE അല്ല എനിക്കറിയാം. ഞാൻ CBSEതാണ് ആദ്യമായിട്ട് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗവൺമെൻറ് ആയിട്ടുള്ള ഒരു ടൈപ്പിൽ സ്കൂളിലേക്ക് പോകണം. അപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു നല്ല സ്കൂൾ തന്നെയായിരുന്നു. എനിക്ക് CBSE വലിയ മെമ്മറീസൊന്നും ഉണ്ടായില്ല. പക്ഷേ ഹിൽ ടോപ്പിലെത്തിയപ്പോൾ കുറേ അധികം മെമ്മറീസും ഒരാളെ മിസ് ചെയ്യുന്ന ടൈപ്പ് മനസ്സിലാക്കാനും എനിക്ക് പറ്റി. എൻ്റെ കുറേ ഫ്രണ്ട്സ് അങ്ങോട്ട് പോയിട്ടുണ്ട്. കുറേ നമുക്ക് ചോദിച്ചാൽ 2-3 പോയിട്ടുണ്ട്. എന്നാലും ഞാൻ വലിയ കാര്യമൊന്നും ആക്കിയെടുത്തില്ല. കാരണം അവർ റെസ്പോൺസിബിലിറ്റി ഈസ് വെൽ ഐ മിസ് ദം. എനിക്ക് നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ പുറത്ത് കാണിക്കാൻ ഞാൻ നടക്കാറുണ്ട്, പുറത്തെല്ലാം കാണിക്കാറുണ്ട്. കേസ് അത് എല്ലാവർക്കും അറിയുന്നതാണ്. പണ്ടൊക്കെ നമ്മൾ വില കൊടുക്കാത്ത ആൾ, നമുക്കെല്ലാം ചെയ്തു തരുന്ന ആൾ, ഒരു ദിവസം സ്കൂളിൽ നമ്മളെ വേർതിരിപ്പിച്ച് ഇപ്പോൾ കിട്ടുന്ന വേദന ഒന്ന് വേറെ. അന്ന് മുതലേ എനിക്ക് ഇഷ്ടമുള്ള ഒരാളായിരുന്നു ഓൾ. എല്ലാം ചെയ്തു തരും. അതിന് മാത്രമല്ല, ഓള് ഉൾപ്പെടാത്ത കാര്യങ്ങൾ വരെ ഓൾ ഉൾപ്പെട്ടുകൊണ്ട് സഹായിക്കും. അങ്ങനത്തെ ഒരു നമ്മളിപ്പോൾ മിണ്ടാതെ നിന്നാൽ ഓൾ കരയും. കാരണം അത്രക്കും ഒരു നല്ല ഫ്രണ്ട്ഷിപ്പാണ് ഓൾ ആഗ്രഹിക്കുന്നത്. ഓളിപ്പം ഉള്ള സ്കൂൾ ചെറുവാടി എന്ന് പറഞ്ഞൊരു സ്കൂളാണ്. പിന്നെ വേറെ ഫ്രണ്ട്സ് പോയിട്ടുണ്ട്, പക്ഷേ എനിക്ക് എല്ലാവരും ഒന്നും കറക്റ്റായിട്ട് അറിയില്ല, അതുകൊണ്ട് തന്നെ പറയാനില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ചെറുവാടിക്ക് പോയ എൻ്റെ ബെസ്റ്റി അല്ല, ഒരു ബെസ്റ്റ് ഫ്രണ്ടായി കാണാൻ പറ്റുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ എൻ്റെ 2 ബെസ്റ്റ് ഫ്രണ്ടായി കാണാൻ പറ്റുന്ന ആളാണ് പോയിട്ടുള്ളത്. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഫ്രണ്ട്സ് ഫോർ യൂസ് കുറയില്ലേ, അങ്ങനത്തെ ഒക്കെയാണ്. നമ്മൾ യൂസേജ് ഫ്രണ്ട്സൊന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. കാരണം ഞാനും കൊടുക്കും, ഓനും എനിക്ക് തിരിച്ചു തരും. അങ്ങനത്തത് മാത്രമേ എനിക്ക് താല്പര്യമുള്ളൂ. എനിക്ക് ആവശ്യമുള്ളതിന് ഞാൻ ഓളെ കൂട്ട് തന്നെ ചെയ്യും. പിന്നെ ഓൾക്ക് വേണ്ടതല്ലെങ്കിൽ ഞാൻ കൊടുക്കും ചെയ്യും. പക്ഷേ അവിടെ ഒരു യൂസേജ് ഫ്രണ്ടിൻ്റെ നടക്കുള്ളൂ. ലൈക്ക് ഞാൻ പോൽക്ക് കുനാഫ കൊടുക്കും. കാരണം ഞാൻ ഗൾഫിൽ നിന്ന് വന്നാണ് കുനാഫ ഞാൻ കൊടുക്കും.
അപ്പം ഞാൻ കൊടുക്കുമല്ലോ. അപ്പോൾ അതിന് പകരം ഓല് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് തരും. ലൈക്ക് ഹെൽപ്പ് എന്ന് പറയാൻ പറ്റില്ല, കാരണം അത് ഹെൽപ്പല്ല, ഒരു സഹായമല്ല, മറിച്ച് അതൊരു കെയർ ആണെന്ന് തോന്നിപ്പോകാറുണ്ട്. ഒരു യൂസർ ഫ്രണ്ടായി കാണുന്നവർക്ക് ലൈക്ക് അറിയായിരിക്കും നിങ്ങൾ ഉപയോഗിക്കുന്നത് നല്ല വേ ആണോ അല്ലയോ എന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ യൂസ് ചെയ്യുന്ന വഴി ഒരു നല്ല വഴിയല്ല. എന്നാലും എനിക്ക് ചെയ്തേ പറ്റുമെന്ന് വരുമ്പോൾ എനിക്ക് വേറെ വഴിയുമില്ല. അതാണ് പ്രശ്നം. എനിക്കറിയുന്ന കാര്യങ്ങളിൽ എനിക്കത്ര മുഖപ്പും ഇതൊന്നുമില്ല. അറിയാത്ത കാര്യങ്ങളിൽ എനിക്ക് നല്ലോണം മുഖപ്പുണ്ട്. മുഖപ്പെന്ന് ഞാൻ ഉദ്ദേശിച്ചത് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഇത് ഞൊര ഒക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് എൻ്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഹാപ്പിനെസ്സിൻ്റെയായിട്ടും കൂടുതൽ ആങ്കർനെസ്സും സാഡ്നെസ്സുമാണുള്ളത്. അതിൻ്റെ ഏറ്റവും ഹൈ ലെവലിൽ നിൽക്കുന്നത് ആങ്കർ ആൻഡ് ക്രൈയിങ് ആണ്. സാഡൊക്കെ കുറച്ച് താഴെയാണ് ഗൈസ്. കാരണം വിഷമിച്ച് നിൽക്കുകയെന്ന് പറയുമ്പോൾ അത്ര ഒന്നും ഇന്ത്യ കാണാൻ കഴിയില്ല. ഫുള്ള് കരച്ചിലാണ്. സ്കൂളിനും മദ്രസിനും ഒന്നും കരഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഞാൻ കരയാറുമില്ല. പക്ഷെ വീട്ടിലെത്തി കഴിഞ്ഞാൽ മുഴുവൻ കരച്ചില്ല ഗൈസ്. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു, എൻ്റെ ഒരു പേഴ്സണാലിറ്റി വെച്ചിട്ട് എനിക്കിഷ്ടമുള്ളതൊന്നും എനിക്കങ്ങനെ കിട്ടാറൊന്നുമില്ല. പക്ഷേ കിട്ടാറില്ല എന്നാണ് എൻ്റെ ഒരു തോന്നലാട്ടോ, അത് സത്യമല്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും കിട്ടാറില്ല എന്നാണ്. പക്ഷേ എൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ച് അവരെല്ലാം എനിക്ക് നേടിത്തന്നിട്ടുണ്ട്. തന്നിട്ടുണ്ട്. അവർ സ്നേഹം തന്നിട്ടുണ്ട്, പിന്നെ ടോയ്സ് ഒക്കെ തന്നിട്ടുണ്ട്. 5 വയസ്സ് വരെ എനിക്കെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഇതൊക്കെ വന്ന് തുടങ്ങി. ഞാൻ അനിയത്തികളൊക്കെ ജനിച്ചപ്പം കുറച്ച് ഇത് വരേണ്ടതല്ല. കാരണം 3 ആൾക്ക് ഇങ്ങനെ വാങ്ങിയെടുക്കുമ്പോൾ ഉള്ള പൈസേൻ്റെ ചിലവ് ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ 3ാമത്തെ പ്രാവശ്യമാണ് ഗൾഫിൽ പോയത്. പക്ഷെ അവലാകെ ഒരു വട്ടേ പോയിട്ടുള്ളൂ. അതൊക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് ആ കെയർ കൂടുതലെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധി എനിക്കുണ്ടാവുമോ? ഇല്ല, അതില്ല. അതാ പ്രശ്നം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയില്ല. ആ സമയത്ത് എടുത്തങ്ങോട്ട് ചാടും. എന്താണെന്നറിയില്ല. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കാര്യം മനസ്സിലാവും. വീണ്ടും പോയി സോറി ചോദിക്കൂ, പിന്നെ വീണ്ടും കച്ചറുണ്ടാക്കും. അത് തന്നെ നടക്കുക. സോറി ചോദിച്ചാൽ അതിനായിട്ടുള്ള ഒരു ഇതുണ്ടാവില്ല. എന്തിനാ കച്ചറ ഇടാൻ വന്നതെന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചാട് വരും. അപ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കും. ഞാൻ തിരിച്ചും ചാടും. അങ്ങനെയാണ് വീണ്ടും ഒരു കച്ചറുണ്ടാവുക. പറയാം ഇച്ചാണ് എന്ന്. അതേമാതിരി കുറച്ച് ഹാപ്പി ആയിട്ടുള്ള എൻഡിങ് സെക്ഷൻസൊക്കെ ഉണ്ടാവില്ല. എൻഡിങ് സെക്ഷൻസ് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിരുന്ന എൻ്റെ അങ്ങനത്തെ ഒക്കെ ആ ഒരു സമയത്താണ് എനിക്ക് ഏറ്റവും താല്പര്യമുള്ളത്. ഗൈസ്, ഈ ജോലിൻ്റെയായിട്ടും താല്പര്യം ഫ്രണ്ട്ഷിപ്പിനോടാണ്. ഐ എം ടെല്ലിങ് ദ ട്രൂത്ത് മാൻ. ജോലിനായിട്ടും കൂടുതൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പിലാണ് താല്പര്യം. കാരണം ജോലിയൊന്നും കിട്ടിയിട്ടൊരു കാര്യമില്ല. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് CA CEO അതൊക്കെ ആവാനാണ്. പക്ഷേ ഒന്നാവാൻ എനിക്ക് കഴിയില്ലാന്ന് തോന്നിയതുകൊണ്ട് തന്നെ ഞാൻ ചെറിയ ചെറിയ ജോബൊക്കെ ചെയ്ത് ജീവിക്കാമെന്നാണ് എൻ്റെ മനസ്സറിയുന്നത്. പക്ഷേ എൻ്റെ ആഗ്രഹം വെച്ച് നോക്കുമ്പോൾ കുറച്ച് എത്തമിക്കായിട്ടുള്ള കൊറിയൻസിനെ പോലെ ഒരു CEO ടൈപ്പ് വേണമെന്നാണ്. നടക്കുമെന്ന് അള്ളാഹ്ക്ക് അറിയാം. സുബ്ഹാനല്ലാഹ് എന്നും ദുആ. എല്ലാ ദിവസവും അന്ധവിശ്വാസവും പിന്നെ നിസ്കാരക്കുറവും എല്ലാം ഉണ്ട്. ഇഷാ ഞാൻ നിസ്കരിക്കാറില്ല, സുബഹ് നിസ്കരിക്കാറില്ല. ദുഹർ, അസർ, മഗ്രിബ് അത് 3 ഞാൻ 4 നിസ്കരിക്കും. എപ്പോഴും വെച്ചാൽ എപ്പോഴും മഗ്രിബ് എടുക്കുക അല്ലാഹ് ആവാറുണ്ട്. സൺഡേയ്സിലും സാറ്റർഡേയ്സിലും ഇടയ്ക്ക് ദുഹറും അസറും മഗ്രിബും അല്ലാഹ് ആവാറുണ്ട്. പക്ഷെ സ്കൂളിലെ ദിവസം മുഴുവൻ ഞാൻ ദുഹറും അസറും നിസ്കരിച്ചിട്ട് അടങ്ങുള്ളൂ. കാരണം അത്രക്കും ഇഷ്ടമാണ് എനിക്ക് അതിനോട്. കാരണം സ്കൂളിൽ തന്നെ ദുഹറും അസറും നിസ്കരിക്കും. നല്ല ഈമാനിത്തുള്ള സ്കൂളാണ്. സ്കൂളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല സാറുമാരും ടീച്ചേഴ്സൊക്കെയാണ്, കൈൻഡാണ്. പക്ഷെ ചില ടീച്ചേഴ്സ് കുറച്ച് നേരെ എടുത്തിട്ടേ പിടിക്കുള്ളൂ. അപ്പോഴാണ് മനസ്സിലാവുക ടീച്ചേഴ്സിൻ്റെ സ്വഭാവം. ഫസ്റ്റേ കിട്ടുമ്പോൾ ഒന്നിനും പറ്റില്ല എന്ന് തോന്നി ഞങ്ങളെ ഫേവറേറ്റ് സാറാണ്, ഞങ്ങൾക്ക് ഒന്നിനും പറ്റില്ല എന്ന് തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നല്ല സാറേയും. പിന്നെ ഇപ്പോൾ ആ സാറില്ല ഗൈസ് നമുക്ക്. അപ്പോൾ ഏതോ ഒരു മാമാണ്. നമുക്കിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാനാണ് നമുക്കെന്തോ ചെയ്യാൻ പറ്റുമോ?
ഇവിടെ ഞങ്ങൾക്ക് PT പീരീഡിൽ പോലും സാറില്ല. ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് വേണമെങ്കിൽ ക്ലാസ് ടീച്ചറിനോടും ചോദിച്ചിട്ട് പോകലാം. സാറില്ല, കാരണം സാറൊക്കെ റിസൈൻ ചെയ്ത് പോയി. PT പീരീഡ് ഞങ്ങൾക്കൊരു ബുക്ക് ഉണ്ടാവും. അതിൽ ക്ലാസ്സിൽ എന്തൊക്കെ ചെയ്ത് ഹോംവർക്ക് ചെയ്ത വന്ന് എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും ഗൈസ്. എന്തൊക്കെ ഹോംവർക്ക് ചെയ്യാനുള്ളത് എന്ന് പോലും അതുപോലും വിടാതുണ്ട് ഗൈസ്. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴത്തെയും പോലെ തന്നെ ഞങ്ങൾക്കിട്ട് പണി തരിക. ഇതെന്ന് പറയുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചൊന്നത് ഒന്നുമല്ല. മിസ്സുമാർ ചോദ്യം ചോദിക്കുക, അപ്പം ഇങ്ങനെ ദേഷ്യം പിടിക്കുക, അങ്ങനെ താല്പര്യമൊന്നും ഉണ്ടാവില്ല. നമുക്ക് കുറച്ച് നടന്നിട്ട് പോകാം. ദാർഖുറാൻ റോഡ് വഴി ഒന്ന് നടന്നിട്ട് പോകാം ഗൈസ്. കാരണം ഇത് കുറേ നേരം എന്നെ സംബന്ധിച്ചിട്ട് 2 കാര്യം പറഞ്ഞ് ഞാൻ അങ്ങനെ നടക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്താ വേണ്ടേ യെസ് ഗൈസ്, നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ വിളിച്ചു കൊണ്ടേ. അതിനാണ് ഗൈസ് അങ്ങനെ പോകുന്നത്. ഞാൻ ദാർഖുറാൻ റോഡ് എത്തിയിട്ട് കാണാം ഗൈസ്. നമുക്ക് പോയോണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടെയാണ് ഞാൻ വന്നത്. നമ്മളിങ്ങനെ പോവാം ഗൈസ് ദാർഖുറാനിലേക്ക്. ഇവിടെ ഒരു അടിപൊളിയായിട്ടുള്ള ഗാർഡനിങ് പോലത്തെ ഒരു സ്ഥലമുണ്ട് ഗൈസ്. ആ ഗാർഡനിങ് ഒക്കെ എടുത്തോലെ ഒഴിവാക്കി. ഇത് കാര്യം എനിക്കറിയില്ല. അവിടെയാണ് ദാർഖുറാനുള്ളത്. ഇതെല്ലാവർക്കും അറിയുന്നൊരു റോഡായതുകൊണ്ട് തന്നെ ചിലർക്കറിയില്ല, ന്യൂ ആയവർക്കൊന്നും അറിയില്ല, കുറേ ആൾക്കാർക്ക് അറിയാം ഗൈസ്. അവിടെ ഇവിടെ നമ്മൾ അങ്ങോട്ടേക്ക് പറ്റി ഇങ്ങോട്ട് തിരിച്ചു വരാനാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ വേറൊരു ഐഡിയ ഉണ്ട്. ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു വഴിക്കൂടെ വരാൻ കഴിയും. നമുക്ക് അതിൽക്കൂടെ പോവാം. എന്നിട്ട് ആ വഴിക്കൂടെ വന്നിട്ട് സാധാ പോലെ നോക്കാം. അതാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ വർക്കായില്ലെങ്കിൽ വേറെ എന്താ പ്ലാൻ നോക്കാം. ഇവിടെ വണ്ടികളൊക്കെ ഉണ്ടാവും ഗൈസ്. ഇതൊരു നല്ല ഫുട്ബോൾ ഗ്രൗണ്ടാണ്. ഇവിടെ ഇന്ന് നമുക്ക് നല്ല വ്ളോഗൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ ഒരു നല്ല സ്ഥലമല്ല, നല്ല കയറ്റമാണ് ഇവിടെ. അത്ര നമ്മൾ കയറി വന്ന് ഇച്ചിരി കയറിയത് കഴിഞ്ഞാൽ കുറച്ച് ഇറക്കാം. അത് കഴിഞ്ഞാൽ വീട് കയറ്റം. അത് കഴിഞ്ഞാൽ നമ്മൾ എത്തേണ്ട സ്ഥലത്തും. നമ്മളൊരു പീടികൻ്റെ തൊട്ടടുത്താണ് വന്നെത്തുക. ആയിക്കൂടെ വളവുണ്ട്, ആയിക്കൂടെ പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മളെ വീടെത്തും. അപ്പോൾ നല്ല പൂക്കളൊക്കെ ഉള്ള സ്ഥലമാണ് കേസ്. പറയുന്നത് നല്ല സ്ഥലം, നിങ്ങൾക്ക് ഇപ്പം വീട്ടിലും അത്രക്കൊന്നും നിർബന്ധമെങ്കിലും നല്ലൊരു സ്ഥലമാണ്. അങ്ങനെയൊക്കെ പറയും. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറച്ച് വീടുകളുണ്ട്. നല്ല രസമാണ് കേസ് കാണാൻ. കാരണം അത്രക്കും നമുക്കൊരു പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ താഴെ ഒരു അടിപൊളി സ്ഥലമുണ്ട് ഗൈസ്. അത് ആയിക്കൂടെ പോയാലാണ് എൻ്റെ വീടെത്തുക. അപ്പോൾ എല്ലാവരും ഒന്നൊരു പോകുന്ന എല്ലാവരും വിസിറ്റ് ചെയ്യുക ഗൈസ്. നല്ല സ്ഥലമാണ്, ഗുഡ് സ്ഥലം. അപ്പോൾ ചിലർക്ക് അറിയണ പോലൊക്കെ തന്നെ കാര്യങ്ങൾ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്നാലും വിസിറ്റ് ചെയ്യാൻ മറക്കട്ടെ. ഇതുണ്ടോ അവിടെ ഒരു സ്ഥലം കാണില്ലേ, അതൊക്കെ ഭയങ്കര ഭംഗിയുള്ളത് നാച്ചുറൽ ഫിക്സാണ് ഇവിടെ കിട്ടുക. അപ്പോൾ നിങ്ങളൊന്ന് വേറെ അതർ കൺട്രീസിൽ പോയി നോക്കിയാൽ നല്ല ഭംഗിയുണ്ടാവും, നല്ല ബിൽഡിങ്സൊക്കെ ആയിട്ട് ലൈറ്റൊക്കെ ഉണ്ടാവും. പക്ഷെ ഇവിടെ പ്രകൃതിപരമായ അവ നൽകിയൊരു ഇതാണുള്ളത് പ്ലീസ്. റീമാനിയാണെന്ന് അല്ല മിസ്, റീമാനിയല്ല മിസ്. അതായത് നമ്മൾ അള്ളനെ സപ്പോർട്ട് ചെയ്യണമല്ലോ, അള്ളയാണല്ലോ നമ്മൾ ഉണ്ടാക്കി. അപ്പോൾ അള്ളയാണല്ലോ എല്ലാം. അടിപൊളി സ്ഥലമാണെന്ന് വെച്ചാലാണ്, അല്ലല്ലോ വെച്ചാൽ അല്ല, അങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലമാണ്. എല്ലാവർക്കും പെട്ടെന്നൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും വൈകാതെ നിങ്ങൾക്ക് ഒറ്റ കാണാൻ ഇഷ്ടപ്പെടും. പിന്നെ കുറച്ച് നമ്മൾ മടുക്കും. അതാണ് അത് കാണാത്ത സ്ഥലങ്ങളാണല്ലോ നമ്മളിങ്ങനെ കാണുന്നത്. കുറച്ച് വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പോയ സമാധാനമായി.
മെയ്പ്പെണ്ണ കുറിച്ചില്ലേ? അയ്യോ അങ്ങനൊക്കെയാണ്. പിന്നെ എവിടെയും കറിണ കാക്കമാരൊക്കെ കുറച്ചുണ്ട്. അസ്സലാമു അലൈക്കും എന്നൊക്കെ ഒന്ന് പറഞ്ഞ് പോവാം. ഇവിടെ കറിണ സ്ഥലമൊക്കെ തന്നെ. ഇവിടെ കുഞ്ഞു കുഞ്ഞു ആൾക്കാരായിട്ടുണ്ടാവുക. കൂടുതലും ഇവിടെ വണ്ടികളൊന്നും വരാറില്ല. വരികയാണെങ്കിൽ നല്ലോണം വരികയും ചെയ്യും. ഇങ്ങനെ നല്ല കേസ് വരിക. ഒരു 4-5 അടുപ്പിച്ചങ്ങോട്ട് പോവും. ഇപ്പം ഞങ്ങൾ കണ്ടില്ലേ 2 അടുപ്പിച്ചങ്ങോട്ട് വന്നപ്പോൾ എൻ്റെ ജീവന് തുല്യമായ അതേ. ഇനി താഴേക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഖബറിൻ്റെ ഒരു സ്ഥലമുണ്ട്. കുറച്ച് അങ്ങോട്ടേക്ക് പോയിട്ട് ഒരു വളവ് കൂടെ പോയാലാണ് എത്തുക. അതിൽക്കൂടെ പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ആഗ്രഹമൊക്കെ ഉണ്ടെങ്കിലും സമ്മതമില്ല. പോരാത്തതിന് ഷാളുമില്ല. ഇനി പിള്ളേർക്കാണ് അവിടെ ഖബറൊക്കെ ഞാൻ കാണിക്കാൻ കഴിയില്ല. കാരണം ഇത് തമാശയല്ലല്ലോ, സീരിയസ് അല്ലേ. ഒന്നും ഖബറൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. ഒന്നാമത് എൻ്റെ ഷാളില്ല, രണ്ടാമത് എൻ്റെ പെർമിഷൻ അല്ല, മൂന്നാമത് വീഡിയോ എടുക്കാൻ പറ്റില്ല, നാലാമത് അവിടെയൊക്കെ പോകുമ്പോഴുള്ളൊരു ഇതൊക്കെ ഉണ്ടാവുമല്ലോ, സ്ഥലത്ത് കാര്യങ്ങളൊക്കെ, അതിന് വേണ്ടി ഒരു മുതിർന്നവർ ഇല്ല. അതാ സ്ഥലത്ത് കേസ്, അവിടെയാണ് നമുക്ക് എത്തേണ്ടത്. ഞാൻ അവിടെ എത്തിയിട്ടാണ് എത്തി. എൻ്റെ വീട് തരാൻ കാണിച്ചെന്നില്ല തോന്നുന്നു. നമുക്കൊന്ന് കാണിച്ചെന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള പരാതി വേണ്ടല്ലോ. നിങ്ങൾക്കൊക്കെ എൻ്റെ വീട് കണ്ടാൽ പോലെ ഞാൻ ഇപ്പം അങ്ങോട്ട് കാണിച്ചത്. കുറേ നേരമായി ആൾക്കാർ, നിങ്ങളല്ല, എൻ്റെ കസിൻസും എൻ്റെ അമ്മയും എൻ്റെ വീട് കാണിച്ചു കൊടുക്കില്ല, നല്ല വീഡിയോ എടുക്കില്ലേ, വീഡിയോ ഇടയല്ലേ, ഏകദേശം പിടിച്ച കേസ്. അപ്പോൾ എൻ്റെ വീട് കാണിച്ചു കൊടുക്കാൻ പോകണം. ഇതാണ് ഞങ്ങളെ ഗേറ്റ്. പിന്നെ ഇതാണ് കേസ് നമ്മളെ വീട്. പൂപ്പലും പായലും എല്ലാം ഉണ്ടാവും കേസത്തിൽ. ഇങ്ങനെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മാംഗോ ട്രീ ആൻഡ് ദ മുകളിലുള്ള ഗാർഡനും. പിന്നെ ഈ ഒരു മാംഗോ ട്രീ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇതല്ല ഗൈസ്, ആ വലുത് ഗൈസ്. നമുക്കിതെല്ലാം ഒന്ന് കണ്ടോക്കിയാലോ. ഭയങ്കര ഇഷ്ടമുള്ള കുറച്ച് സാധനങ്ങളാണ് ഗൈസ് ഇത്. നമ്മൾ എൻ്റെ ഹൗസിനെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നതാണ്. അത് അടുത്ത വീഡിയോയിലായിട്ട് ഇനിയും കാണുന്നവരെ ബൈ. ബൈ.